എല്ലാവർക്കും നമസ്കാരം. നമുക്കറിയാം, ഭഗവാൻ ശിവനെ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്ന ആർക്കും, അതിപ്പോൾ ഏത് നക്ഷത്രക്കാരനായാലും ശരി, അവരുടെ ഭക്തിയുടെയും കർമ്മങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്. എന്നാൽ ഭഗവാന്റെ ഈ അനുഗ്രഹം അതിൻ്റെ ആ ഒരു പരിപൂർണതയിൽ നമുക്ക് ലഭിക്കാൻ സാഹചര്യം ഒരുങ്ങുന്ന ഒരു വർഷത്തിലെ ആ ഒരു പ്രത്യേക മുഹൂർത്തമാണ് ഇപ്പോൾ ആഗതമായിരിക്കുന്നത്. അതാണ് ഈ കർക്കിടക വാവെന്ന ആ ഒരു പ്രത്യേക ദിനം. പറയാൻ കാരണം, ഈ ദിനത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ ദോഷങ്ങളോ ഗ്രഹപ്പിഴകളോ നമ്മളിൽ കർമ്മദോഷം എന്ന രീതിയിൽ അടിഞ്ഞു കൂടിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ളവർ ഈ കർക്കിടക വാവ്, ഈ പ്രദോഷം, ശിവരാത്രി, തിങ്കളാഴ്ച വ്രതം എന്നീ ദിവസങ്ങളിൽ നിങ്ങൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ക്ഷേത്ര ദർശനങ്ങൾ നടത്തുകയോ ചെയ്താൽ അത് നിങ്ങൾക്ക് ഇരട്ടി ഫലം ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പറയാൻ കാരണം, വിശ്വാസപ്രകാരം ശിവഭഗവാൻ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിൽ സംഹാരകനും അതേസമയം അനുഗ്രഹദാതാവുമാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ചേർത്ത് പൂജയിൽ ഒന്ന് ഉൾപ്പെടുത്തിയാൽ അതിൻ്റെ അനുഗ്രഹം, നിങ്ങൾ ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ജോലി ചെയ്യുന്ന ആളാണെങ്കിലും ശരി, അവിടെ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് വെച്ചാൽ ആ അനുഗ്രഹം നിങ്ങളെ അവിടെ തേടിയെത്തിയിരിക്കുമെന്ന് സാരം. അപ്പോൾ ഈ ഒരു പരമാർത്ഥം അറിയാവുന്ന ആളുകളാണ് ഈ അന്യരാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന ആ സമയങ്ങളിലും കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിലെ ആ വെബ്സൈറ്റുകൾ വഴി അവർ അവിടെ പൂജയ്ക്ക് ചീട്ടെടുക്കുന്നത്. അതിൻ്റെ ആ ഒരു അനുഗ്രഹം അവർക്ക് കിട്ടുന്നുമുണ്ട്. ശരി. അപ്പോൾ ഇനി നമുക്ക് ഈ കർക്കിടക അമാവാസിയുടെ അന്ന് രാത്രി മുതൽ നിലവിലുള്ള കഷ്ടപ്പാടും ദുരിതവും എല്ലാം മാറി സമയം തെളിയാൻ പോകുന്ന ആ 18 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് ഒന്ന് നോക്കാം. അതിനുശേഷം നിങ്ങൾ ഈ 18 നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ഏതേത് മേഖലയിലാണ് നിങ്ങളുടെ സമയം മെച്ചപ്പെട്ടു വരുന്നതെന്നും കൃത്യമായി തന്നെ പറഞ്ഞ് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനും സാധിക്കും. പറഞ്ഞ പോലെ ആദ്യം നമുക്ക് ആ 18 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തെ 3 നക്ഷത്രക്കാർ തിരുവോണം, അവിട്ടം, ചതയം ഈ ഗ്രൂപ്പിൽ വരുന്നവരാണ്. ഈ നക്ഷത്രക്കാർക്ക് ശനിദോഷം കടുക്കാൻ സാധ്യതയുണ്ട്. ശിവൻ ശനിയുടെ അധിപനായതിനാൽ നിങ്ങൾക്ക് ശിവഭജനം ശനിദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. അതിൻ്റെ ഭാഗമായി നിങ്ങൾ ഇടപെടുന്ന ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളിലും ആത്മവിശ്വാസത്തോടു കൂടിയും ക്രിയാത്മകമായിട്ടും നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. അതിന് അടുത്ത ഗ്രൂപ്പിൽ വരുന്ന 3 നക്ഷത്രം ആയില്യം, തൃക്കേട്ട, രേവതി നക്ഷത്രക്കാർ. ബുധൻ ഈ നക്ഷത്രങ്ങളുടെ അധിപനാണ്. ചിലപ്പോൾ ബുധൻ അനിഷ്ടസ്ഥാനത്താണെങ്കിൽ അത് ബുദ്ധിമുട്ടുകൾ തീർച്ചയായും നിങ്ങൾക്ക് ഉണ്ടാക്കി വയ്ക്കും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ശിവനെ പ്രാർത്ഥിക്കുന്നത് ബുദ്ധിയെ നല്ല രീതിയിൽ പ്രയോഗിക്കാനും പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനും സഹായിക്കുമെന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. അതിന് മൂന്നാമത്തെ ഗ്രൂപ്പിൽ വരുന്ന 3 നക്ഷത്രക്കാർ ഭരണി, പൂരം, പൂരാടം എന്നീ നക്ഷത്രക്കാരാണ്. ശുക്രനുമായി ബന്ധപ്പെട്ട നക്ഷത്രങ്ങളാണ് ഈ പറഞ്ഞ 3 നക്ഷത്രങ്ങളും. നിങ്ങളെ സംബന്ധിച്ച് കേവലം ഇതുപോലുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ മാത്രമല്ല, ആയുഷ്കാലം മുഴുവനും ശിവനെ ഭജിക്കുന്നത് സന്തോഷകരമായ ജീവിതത്തിനും ഐശ്വര്യത്തിനും സഹായിക്കുമെന്നത് നിസ്സംശയം പറയാൻ സാധിക്കും. ഇനി അടുത്ത ഗ്രൂപ്പിൽ വരുന്ന 3 നക്ഷത്രക്കാർ കാർത്തിക, ഉത്രം, ഉത്രാടം നക്ഷത്രക്കാർ. സൂര്യനുമായി ബന്ധപ്പെട്ട ഈ നക്ഷത്രക്കാർക്ക് ചിലപ്പോഴൊക്കെ ആത്മവിശ്വാസക്കുറവോ പിതൃദോഷങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത വളരെയേറെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിൽ, പ്രത്യേകിച്ചും ഈ ശിവൻ ആത്മാവിൻ്റെ ദേവനായതിനാൽ ശിവഭജനം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും പിതൃദോഷങ്ങൾ നീക്കാനും നിങ്ങളെ സഹായിക്കുമെന്നും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതിന് അടുത്തത് 18 നക്ഷത്രക്കാരിൽ വെച്ച് അടുത്ത ഗ്രൂപ്പിൽ വരുന്ന 3 നക്ഷത്രക്കാർ അശ്വതി, മകം, മൂലം. ഇവർ കേതുവുമായി ബന്ധപ്പെട്ട നക്ഷത്രക്കാരാണ്. ഈ കേതുദോഷങ്ങളുള്ളവർക്ക് ശിവനെ പ്രാർത്ഥിക്കുന്നത് ആത്മീയമായ ഉന്നതിക്കും മോക്ഷമാർഗത്തിനും സഹായിക്കുമെന്നത് അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളൊരു പരമാർത്ഥമാണ്. അതിന് അടുത്ത ഗ്രൂപ്പിൽ വരുന്ന 3 നക്ഷത്രക്കാർ മകീരം, ചിത്തിരാവട്ടം. ഇവർ കുജനുമായി ബന്ധപ്പെട്ട നക്ഷത്രക്കാരാണ്. ഈ നക്ഷത്രക്കാർക്ക് മിക്കപ്പോഴും കോപവും എടുത്തുചാട്ടവും ഉണ്ടാകുന്നത് ഇവരുടെ ജന്മനായുള്ള ഒരു സ്വഭാവപ്രകൃതമായിട്ടാണ് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ശിവനെ ഭജിക്കുന്നത് ഈ സ്വഭാവദോഷങ്ങളെ നിയന്ത്രിക്കാനും ശാന്തമായ മനസ്സ് നൽകാനും സഹായിക്കുമെന്നാണ് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ആ 18 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഏതൊക്കെ മേഖലകളിലാണ് ഉയർച്ച സംഭവിക്കാൻ പോകുന്നത്
എന്നൊന്ന് പറയാം. അതിൽ ആദ്യത്തേത് ദുരിതമോചനം. ജീവിതത്തിലെ കഷ്ടപ്പാടുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ നിങ്ങൾക്ക് ശിവഭജനവും ശിവക്ഷേത്ര ദർശനങ്ങളും നിങ്ങളെ സഹായിക്കും. അതുപോലെ തന്നെ ശനിദോഷം, ഈ രാഹുകേതു ദോഷങ്ങൾ വരുത്തി വയ്ക്കുന്ന മാർഗ തടസ്സങ്ങളെല്ലാം പിടിച്ചു കെട്ടിയതുപോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ശിവനെ ഭജിക്കുന്നത്. ഇനി അടുത്തത് ആരോഗ്യം. രോഗങ്ങളിൽ നിന്ന് വളരെ പെട്ടെന്ന് മുക്തി നേടാനും നല്ല ആരോഗ്യം അത് ദീർഘകാലം നിലനിൽക്കാനും ശിവനെ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ലാത്ത ഒരു ജീവിത രീതിയാണ്. അതങ്ങനെ തന്നെ നിങ്ങൾ കൊണ്ടു നടക്കണം. അതുപോലെ തന്നെ മനസമാധാനം. മാനസിക സംഘർഷങ്ങൾ കുറയ്ക്കാനും ശാന്തമായ മനസ്സ് ലഭിക്കാനും ഈ ശിവഭജനം അത്യുത്തമമായ ഒരു ഔഷധം എന്ന പോലെ നിങ്ങളിൽ പ്രവർത്തിക്കും. അതായത് ഇതിൽ പ്രത്യേകിച്ചും സാധാരണക്കാരായ നിങ്ങൾ ഈ ധ്യാനത്തിനോ അല്ലെങ്കിൽ യോഗയ്ക്കോ ഒന്നും പോകാതെ തന്നെ അങ്ങനെ ആ യോഗം ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന അതേ സെയിം ഗുണഫലം നിങ്ങൾക്കും വന്നു കിട്ടാൻ യോഗമുണ്ടായിത്തീരും. ഇനി അടുത്തതായി പറയുന്നത് കർമ്മദോഷ നിവാരണം. ഈ മുൻജന്മ കർമ്മങ്ങളുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ ശിവനെ പ്രാർത്ഥിക്കുന്നത് അത്യുത്തമമാണെന്ന് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളൊരു പരമാർത്ഥ സത്യമാണ്. ഇനി ഏറ്റവും അവസാനമായി പറയാനുള്ളത് മോക്ഷപ്രാപ്തി. ആത്യന്തികമായി ജനന മരണ ചക്രങ്ങളിൽ നിന്നും മോചനം നേടാനും ശാശ്വതമായ സമാധാനത്തിനും ശിവഭജനം അത്യന്താപേക്ഷിതമാണ് മനുഷ്യജീവിതത്തിൽ എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത് നിങ്ങളുടെ തൊഴിൽ, പഠനം, കുടുംബം, വിവാഹം, അതുപോലെ തന്നെ ആളുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്നീ രംഗങ്ങളിലെല്ലാം നിങ്ങൾ ഇടപെടുമ്പോൾ വന്നു ചേരുന്ന തടസ്സങ്ങൾ മാറാനും തുടർന്ന് എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും ഫലപ്രദമായിട്ടുള്ളൊരു മാർഗമെന്നോണം ജീവിതത്തിൽ ഇതൊരു ചിട്ടയായി കൊണ്ടു നടക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.